അഡാർ ഐറ്റം വരാൻ പോവുകയാണ്. എന്താണെന്നല്ലേ? ഇതാ കേട്ടോ, നീണ്ട 14 വർഷത്തിന് ശേഷം വിജയുടെ നായികയായി തൃഷ എത്തുകയാണ്. ഇതിൽ പരം എന്ത് സന്തോഷമാണ് ആരാധകർക്ക് കിട്ടാനുള്ളത്? ദളപതി 67 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ യഥാർത്ഥ പേര് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വംശി പൈഡിപ്പള്ളി സംവിധാനം ചെയ്ത ചിത്രം 300 കോടി ക്ലബിലും ഇടം പിടിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ബാനറിൽ ദിൽ രാജുവും ഗിരീഷും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സന്തോഷത്തിന് ഇരട്ടി മധുരവുമായിട്ടാണ് അടുത്ത ചിത്രം ദളപതി 67 വരാൻ പോകുന്നത്. ഭാഷാഭേദമന്യേ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദളപതി 67. பசங்க மத்தியில செம்ம மாஸ், அதனாலே மேனேஜ்மெண்ட்டுக்கு ஒரு பிடிக்காது. யார் பாது? ப்ரொஃபசர். இந்தியா இங்க இருக்குடா அமெரிக்கா. இதெல்லாம் டூ மச்சியா. ஒரு ப்ரொஃபസർ ആവാൻ നടത്തുകறாரு. മാസ്റ്റർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജും വിജയും വീണ്ടും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ എല്ലാം തന്നെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. അങ്ങനെ ദളപതി 67ന്റെ പൂജ കഴിഞ്ഞതിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പൂജയ്ക്ക് ഇത്രയും സ്വീകാര്യത കിട്ടുമെന്നുണ്ടെങ്കിൽ റിലീസിന് എന്തായിരിക്കും അല്ലേ? പതിവ് പോലെ താരജാടയൊന്നുമില്ലാതെ സിമ്പിൾ ലുക്കിൽ കൂളായി എത്തിയ വിജയെ വീഡിയോയിൽ കാണാം. ഒപ്പം താരസുന്ദരി തൃഷയുമുണ്ട്. ഇരുവരെയും കൂടാതെ ലോകേഷ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കുരുവി എന്ന ചിത്രത്തിലാണ് തൃഷയും വിജയും ഒടുവിലായി ഇണക്കുരുവികളായി അഭിനയിച്ചത്. ഇപ്പോൾ വീണ്ടും 14 വർഷത്തിനു ശേഷം ആ താരജോഡി ഒരുമിക്കുന്നത് കാണാൻ കട്ട വെയിറ്റിംഗിലാണ് ആരാധകർ. കൂടാതെ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനും എത്തുന്നുണ്ട്. സഞ്ജയ് ദത്ത്, പ്രിയ ആനന്ദ്, സാൻഡി, മിഷ്കിൻ, മൻസൂർ അലിഖാൻ, അർജുൻ, മാത്യു തോമസ് എന്നിവരും ചിത്രത്തിലുണ്ട്. ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്യുന്നത് തെന്നിന്ത്യയിൽ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച അനിരുദ്ധ് രവിചന്ദ്രനാണ്. തമിഴ് സിനിമയ്ക്ക് എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച ലോകേഷ് കനകരാജിൻ്റെ വിക്രം സിനിമയ്ക്ക് ശേഷം തെന്നിന്ത്യൻ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന് വേണ്ടി. ജനുവരി 2 ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഉടനെ തന്നെ എത്തട്ടെ എന്ന് കുറച്ച് ത്രില്ലടിച്ച് കാത്തിരിക്കാം.